പിന്നെ ചിലപ്പോൾ എനിക്കൊന്ന് രാമകൃഷ്ണനെ എത്രയോ കാലം രാമകൃഷ്ണൻ സഫർ ചെയ്യാണ്. എല്ലാ കാലവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രം ആവില്ലല്ലോ. നല്ല തുടക്കമാകും. അല്ല, നമ്മൾ അങ്ങനെ ഇതാവുന്നതല്ല. ഇപ്പൊ നമ്മൾ ചേട്ടനെ കുറിച്ച് ഇപ്പോൾ ഒരു ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊന്ന് കുറച്ച് ഇമോഷണൽ ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ ശരിക്കും പറയും, നേരത്തെ പറയും നിവർന്നു നടന്ന നെട്ടനാന്ന് പറയും, വളഞ്ഞു നടന്ന കൂനനാന്ന് പറയും. അപ്പൊ ഇത് ഒരു കാര്യം കൊണ്ട് നമുക്കൊരു അക്ഷരം പോലും ഉണ്ടാൻ പറ്റില്ല. ഞങ്ങള് കുടുംബത്തിൽ ചേട്ടനും അനിയനും മക്കളും ഞങ്ങളെല്ലാവരും കൂടെ എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യകർത്താവ് ചോദിക്കുമ്പോൾ, സാറ് ഇപ്പോൾ ഒരു ഫാമിലിയെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മളത് പറയുമ്പോൾ പറഞ്ഞു വരുന്ന സമയത്ത് സ്വാഭാവികമായും ചേട്ടനിപ്പ് ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു പക്ഷേ ഇമോഷൻ വരും. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ നവമാധ്യമങ്ങൾ അത് വേറെ രീതിയിലാണ് കലാഭവൻ മണി വിറ്റ് കാശാക്കുന്നു. അതെ 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 അതെ. അപ്പൊ സ്വന്തം സഹോദരനാണ് ഈ പറയുന്ന സെന്റി അടിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് കുറെ ആൾക്കാർ പറയുന്നത്. വല്ലാത്തൊരു ലോകം അത്. അതെനിക്ക് തോന്നുന്നു ആരെയും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വലിയൊരു സംഘം നമുക്ക് ചുറ്റും വളരുന്നു. അതെ അതെ അതെ. ബയോഡേറ്റ അറിയത്തില്ല എതിരെ നിൽക്കുന്ന ആളിന്റെ. അതെ, അവരോട് പറഞ്ഞു മനസ്സിലാക്കാൻ വലിയ പാടാണ് അത്. കാര്യം എല്ലാത്തിനെയും ഒരു പരിഹാസത്തോടെയൊക്കെ കാണുന്നൊരു കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ കറുപ്പാണ് എന്റെ കരുത്ത്, ഈ ചോരയാണ് എന്നെ കലാകാരനാക്കിയത് എന്ന് താങ്കൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു മറുപടി കൊടുത്തിരുന്നു. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും എന്റെ സമൂഹത്തിൽ നിന്നും വളർന്നു വരുന്ന കുഞ്ഞുമക്കൾക്ക് ഞാൻ ഈ പോസ്റ്റ് ആദ്യം ഇടുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചു, സാർ ഇത് ഞാൻ മിണ്ടാതിരിക്കണോ എന്ന് വിചാരിച്ചു. കാരണം ഇത് വ്യക്തിപരമാണെങ്കിൽ എനിക്ക് മിണ്ടാതിരിക്കാനായിരുന്നു ആദ്യം തോന്നിയത്. പക്ഷേ നമ്മളെപ്പോലുള്ള ഇവരെ പോലുള്ള കൊച്ചുമക്കളുകൾ, അല്ലെങ്കിൽ ഒരു നൃത്തവിദ്യാലയത്തിലേക്ക് വന്ന കറുത്ത നിറമുള്ള മക്കളുകൾ, അവർക്ക് ഇനി നാളെ ഇതുപോലെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന നാളെ വേറൊരു സത്യഭാമമാരും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. പല കലാലയങ്ങളിലും ഇന്നും പല വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് എന്നോട് പലവരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്കിത് സ്ഥിരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നെ പല കലാലയങ്ങളും പഠിക്കുന്ന കുട്ടികളെ വിളിച്ചു ചോദിക്കും, സാറേ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വിഷയം ഉണ്ടായപ്പോൾ പല നർത്തകിമാരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇൻസ്പിരേഷൻ ഡോക്ടർ RLV രാമകൃഷ്ണനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിനെ പോലെ അല്ലെങ്കിൽ RLV എന്ന് പേര് ചേർക്കാനും കലാമണ്ഡലം എന്ന് പേര് ചേർക്കാനും ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ വിദ്യാർത്ഥികൾക്കൊക്കെ ഞാനിവിടെ മിണ്ടാതിരുന്നാൽ ഇങ്ങനെയൊരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഒരു പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കാനായിട്ട് ഇതിന് കഴിഞ്ഞു. ഭാവിയിൽ നൃത്തലോകം സ്വപ്നം കണ്ടുവരുന്ന കറുത്ത മക്കള്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം. ഈ രാമകൃഷ്ണൻ വ്യക്തിപരമായി രാമകൃഷ്ണൻ ഇത് വല്ലാത്ത ചില നിമിഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും ഈ ചർച്ച ഉരുത്തിരിയാൻ കാരണം ഇവിടെ പ്രസ്താവനയാണത്. ഒരു സമൂഹം തന്നെ, ഒരു പൊതുസമൂഹം ഇത് ഏറ്റെടുക്കുകയും ചെയ്ത് ആ രീതിയിൽ നല്ലതാണ്. കാര്യം രാമകൃഷ്ണൻ പറഞ്ഞ വരാനിരിക്കുന്ന കുട്ടികൾക്ക് ഇത് അനുഗ്രഹമായെന്ന് വരും. ഇതിനു മുമ്പ് ഞാൻ നേരിട്ടിട്ടുണ്ട്, സാറിന് അറിയാലോ, ഒരു എന്താ പറയാ ആത്മഹത്യയുടെ ശ്രമം വരെ നടത്തിയിരുന്നു. പക്ഷെ അതൊക്കെ നമ്മളവിടെ വിജയിച്ചു വന്നു. കേരള സംഗീത അക്കാദമി അവാർഡ് നമുക്ക് നേടുന്ന ആദ്യത്തെ ഒരു പുരുഷ നർത്തകൻ കേരളത്തിൽ ഉണ്ടായി. എനിക്ക് തോന്നുന്നു രാമകൃഷ്ണൻ ഇപ്പൊ ആൾക്കാർ ഇത് കേൾക്കുമ്പോഴേ, ഇപ്പൊ രാമകൃഷ്ണൻ ഒരു സൂയിസൈഡിലേക്കൊക്കെ ആലോചിച്ചിരുന്നൊരു നർത്തകനാണെന്ന് പറയുമ്പോൾ അത്രയും കടുത്തൊരു യാഥാർത്ഥ്യം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായോ? തീർച്ചയായും സാർ, ഒരുപാട് അനുഭവിച്ചു. കാരണം നമ്മൾ ഇത്രയും ജീവിതത്തിലൂടെ സഞ്ചരിച്ച് ഇത്രയും ബിരുദങ്ങൾ നമ്മൾ നേടിയെത്തിയിട്ടും നമുക്കിനി നാളെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉപകാരമില്ലാതാവുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു കേരളീയനായ ഞാൻ കേരളത്തിന്റെ ഒരു കലാരൂപമായ നൃത്തരൂപം പഠിക്കാൻ പറ്റില്ല, അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു മനോവിഷമം എത്ര വലുതാണെന്നറിയാമോ? അപ്പൊ ആ ഒരു വിഷമം തീർച്ചയായിട്ടും നമുക്ക് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഭയങ്കര തന്നെ. അത് മാത്രമല്ല, നമ്മൾ സമൂഹത്തില് നുണ പറയുന്നു എന്നുള്ളൊരു വസ്തുതയിൽ ഇപ്പോൾ നമ്മൾ വളരെ താഴേക്കിടയിൽ നിന്ന്, നമ്മുടെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്, അവർ ഞങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻ തരാൻ സമയമില്ല. നേരം വെളുക്കുമ്പോഴേക്കും അവർ പണിക്ക് പോവാണ്, കൂലിപ്പണിക്ക് പോവാണ്. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് കല ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കല പഠിക്കാൻ പോയിട്ട് അവിടെ ഫൈറ്റ് ചെയ്ത് ഇവിടം വരെ എത്തുമ്പോൾ ഇവിടെ നിനക്ക് ഇതിന് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുമ്പോഴുണ്ടാകുന്ന ഒരു വേദന ഇപ്പോഴും ഞാൻ കലാമണ്ഡലത്തിൽ അനുഭവമായിരുന്നു. അല്ല, പൊതു രംഗത്ത് ഉണ്ടാവുന്നതാ. അപ്പൊ ആദ്യത്തെ ഭീകരമായ ഇൻസിഡന്റ് എന്ന് പറഞ്ഞത് അതായിരുന്നു ശരിക്കും. പിന്നെയാണ് ഇങ്ങനെ ഇത് മോഹിനിയാട്ടത്തിന് ചേരാൻ തുടങ്ങിയ കാലം മുതൽക്കേ ഇങ്ങനെ അനുഭവിച്ച് കഠിനമായ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ആണോ ഇങ്ങനൊരു ഇനിയിപ്പോ അവസാനിപ്പിച്ച് കളയാം, ജീവിതം വേണ്ട എന്നൊക്കെ ആലോചിച്ചത്? അതിൽ സാർ ഇതുപോലെ തന്നെ നമ്മളെ ഒരു വലിയ അറ്റാക്ക്, അതായത് അവിടെ അക്കാഡമിയിൽ നിന്ന് നമ്മൾ പറയുന്നത് നുണയാണ്, ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പോയപ്പോഴോ ഞാനവിടെ അപ്ലൈ ചെയ്യും. അവിടെ പോയി ഇൻസിഡന്റ് ഉണ്ടായല്ലോ. അല്ല, അക്കാഡമിയാണ്, സംഗീത അക്കാദമിയിൽ. ഞാനവിടെ ഒരു കോവിഡ് കാലത്ത് ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് നിർദ്ധരായ കലാകാരന്മാർക്ക് കോവിഡ് കാലത്ത് പെർഫോമൻസ് ചെയ്യാൻ അവസരമുണ്ട് എന്ന് പത്രത്തിൽ കണ്ടപ്പോൾ ഞാനത് വാങ്ങിക്കാൻ എന്താണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാൻ വേണ്ടി പോയതാണ് അവിടേക്ക്. അപ്പോൾ പറഞ്ഞോട് അപേക്ഷ കൊടുക്കണം. അപ്പോൾ KPS ലളിത ചേച്ചിയുമായിട്ട് സംസാരിച്ചു ഫോണിലൂടെ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അപേക്ഷ കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല, വളരെയധികം മോശമായിട്ട് സംസാരിക്കും, നല്ല വിഷമത്തോടു കൂടി തിരിച്ചു പോകുന്നത്. അവസാനം എന്താ പറയുക, ഇത് ഇങ്ങനെ ഒട്ടും പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി.
അപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ചിന്താഗതി അത് അവിടെ വന്നു പോന്നത് ഞാൻ അവിടെ ചെന്നിട്ടില്ല എന്നും ഇങ്ങനൊരു അപേക്ഷ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് എഴുതി കൊടുത്തു. അത് കേട്ടപ്പോൾ നമുക്ക് അവസരവുമില്ല, നമ്മൾ നാളെ സമൂഹത്തിന്റെ മുമ്പിൽ വലിയൊരു നുണയനായിട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഉണ്ടാവുന്നൊരു എന്താ പറയുക, ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം സാറേ, സത്യസന്ധമായി വളർന്നിട്ട് നമുക്ക് അവിടെ സത്യത്തിന് വിലയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ ശരിക്കും എനിക്ക് ആദ്യം തോന്നിയത് എന്താ ഒരു ഇരുട്ട് കയറുന്ന പോലെ തോന്നി. തീർച്ചയായിട്ടും അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ അതെല്ലാം നമ്മൾ പറഞ്ഞത് ശരിയാണെന്നുള്ള അർത്ഥത്തിലേക്ക് രാമകൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്, ഇനി ഞാൻ പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ കലാഭവൻ മണിക്കും അതുപോലെ രാമകൃഷ്ണൻ തന്നെ വ്യക്തിപരമായിട്ട് കുട്ടിക്കാലത്തെ തന്നെ ഇങ്ങനെയുള്ള അവഗണനകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് രാമകൃഷ്ണൻ ഈ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏതോ ഒരു തറവാട്ടിലൂടെ ഡാൻസ് കാണാൻ പോയി, അവിടുന്ന് ഒരിറക്കി വിട്ട് അതിനുശേഷമൊക്കെ മണിയുടെ മനസ്സിലൊക്കെ ഇതിന്റെ വേദനകൾ ഇങ്ങനെ നിൽക്കുകയും ഒരു കാലത്ത് സഹോദരന് ഒരു ഡാൻസ് ലോകം തുറന്നു കൊടുക്കാൻ ശ്രമിക്കുക അല്ലേ, അങ്ങനെയൊക്കെ സംഭവങ്ങളില്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പൊ കലാഭവൻ മണിക്കും അതുപോലെ രാമകൃഷ്ണൻ തന്നെ വ്യക്തിപരമായിട്ട് കുട്ടിക്കാലത്തെ തന്നെ ഇങ്ങനെയുള്ള അവഗണനകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് രാമകൃഷ്ണൻ ഈ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏതോ ഒരു തറവാട്ടിലൂടെ ഡാൻസ് കാണാൻ പോയി, അവിടുന്ന് ഒരിറക്കി വിട്ട് അതിനുശേഷമൊക്കെ മണിയുടെ മനസ്സിലൊക്കെ ഇതിന്റെ വേദനകൾ ഇങ്ങനെ നിൽക്കുകയും ഒരു കാലത്ത് സഹോദരന് ഒരു ഡാൻസ് ലോകം തുറന്നു കൊടുക്കാൻ ശ്രമിക്കുക അല്ലേ, അങ്ങനെയൊക്കെ സംഭവങ്ങളില്ലേ. തീർച്ചയായിട്ടും ചേട്ടൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു നൃത്തം പഠിക്കാൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരൻ ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയപ്പോഴാണ്. അപ്പൊ അവന്റെ കൂടെ ഞാൻ പോയി. അപ്പൊ അവിടുത്തെ ആ വീട്ടിലെ പണിക്കാരായിരുന്നു എൻ്റെ അച്ഛനമ്മയൊക്കെ, അവർ പുറംപണിയൊക്കെ എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് അകത്ത് കയറാനായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇത് പറയുമ്പോൾ പലരും വിമർശിച്ചേക്കാം, പക്ഷെ അന്നുണ്ടായ അനുഭവം പറയാണ്. ആ കുട്ടി മനസ്സിൽ നമുക്ക് അങ്ങനെ ഒരു അയിത്തം ശുദ്ധമൊന്നുമില്ലല്ലോ. ഇവൻ്റെ കൂടെ കയറാൻ വേണ്ടി പോയപ്പോൾ പറഞ്ഞു കയറണ്ട, അവിടെ പുറത്തുനിന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുറത്തുനിന്ന് കണ്ടത്. പക്ഷേ എൻ്റെ അധ്യാപകനായിട്ടുള്ള RLV ആനന്ദ് മാസ്റ്റർ ആൾ പറഞ്ഞു നിനക്ക് നൃത്തം പഠിക്കാൻ താല്പര്യമാണ്, നീ എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വലിയ നായർ തറവാട്ടിൽ നിന്നും ഞാൻ അവിടെ പോയി മാഷ വീട്ടിൽ പോയിട്ടാണ് നൃത്തം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരം അതിനു മുമ്പേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഡാൻസ് കാണാൻ വേണ്ടി ഏത് സമയം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന LP സ്കൂളിൽ പഠിക്കുന്ന ഡാൻസ് ടീച്ചറെ ക്ലാസ്സിൻ്റെ അവിടേക്ക് ഓടി ചെന്നിട്ട് ഈ ചേട്ടനോട് പറയും അനിയനെ കാണാനില്ല, അനിയൻ പോയി എന്ന് പറയുമ്പോൾ ചേട്ടനെ അറിയാം ഞാൻ അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഡാൻസ് ടീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, ആ ക്ലാസ് റൂമിൻ്റെ പുറകിൽ ഞാൻ ഓൾറെഡി ഉണ്ടാവും. അങ്ങനെ എത്തിച്ചു നോക്കി നിൽക്കുമ്പോൾ ചേട്ടൻ വന്നിട്ട് കുറച്ച് നേരം നമ്മളെങ്ങനെ ഡാൻസ് കാണിച്ചു. അതെ. അപ്പം അങ്ങനെ അന്ന് മുതൽ നമ്മളെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ട് നടന്നൊരു സഹോദരനാണ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ എനിക്കൊന്ന് രാമകൃഷ്ണ യുഗത്തില് ഈ ചോടാക്കുപ്പിയുടെ അടപ്പൊക്കെ അല്ലേ പൊട്ടിച്ചെടുത്തത് വളച്ച് ചിലങ്ക കെട്ടാനുള്ള ആഗ്രഹം. നമ്മളെ ഈ സ്കൂൾ കലോത്സവം ഇവര് വേദിയിൽ നടക്കുമ്പോഴേ ഏറ്റവും മുമ്പിൽ തന്നെ ഞാൻ ഈ കാണാൻ ചെല്ലും. എന്നിട്ട് അവരെ ചിലങ്കയിൽ നിന്ന് ഒരു മുത്ത് വീഴുമ്പോഴോ അല്ലെങ്കിൽ അവർ തലയിൽ വെച്ചിരിക്കുന്ന പൂവ് വീഴുമ്പോഴോ ഈ ഷെല്ലൊക്കെ ഉണ്ട്, തിളങ്ങുന്ന ഷെല്ല്, അതൊക്കെ വീഴുമ്പോൾ പിറക്കി കൂട്ടി കൊണ്ടുവന്നൊരു സ്വപ്നലോകമായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ. അപ്പൊ ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വെറുതെ കിടന്നിട്ട് അലക്ഷ്യമായി ഡാൻസ് കളിക്കും. അപ്പൊ എനിക്ക് കെട്ടാൻ ചിലങ്ക വേണം. ഇപ്പൊ ചിലങ്കയില്ല. അപ്പൊ ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ്, ആദ്യമായിട്ട് കണ്ടുപിടിച്ചൊരു ഐഡിയ ചിലങ്ക ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ അടുത്തൊരു കുഞ്ഞിറതേട്ടൻ്റെ വടക്കൻ്റെ കട എന്ന് പറയും. ആ കടയിൽ പണ്ടത്തെ സോഡ ഉണ്ടല്ലോ, ആ സോഡ ഒക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ സോഡ കുപ്പികൾ അതിൻ്റെ ആ കാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ കോർക്ക് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്ന് അടിച്ചിട്ട് നമ്മൾ ചാക്കുവളിയിലൊക്കെ കോർത്ത് കെട്ടിയിട്ട് ഈ സാധനം കെട്ടിയിട്ട് ഭയങ്കര ചാട്ടാ. കുറേ കഴിയുമ്പോൾ ഈ കോർക്കിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മാന്തി ചോര വരണുണ്ടാവും. അപ്പോൾ ഈ ചോരയൊന്നും എനിക്ക് വിഷയമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു നാദാണ്. അതെ. അപ്പോൾ ഈ ചിലങ്കയുടെ ശബ്ദം ആദ്യമായിട്ട് ചിലങ്ക എന്ന് പറഞ്ഞ് കെട്ടിയത് ആദ്യം ഈ സോഡ കോർക്ക് കൊണ്ട് ഉണ്ടാക്കിയ ചിലങ്കയാണ്. അപ്പോൾ എനിക്കൊന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ അല്ലേ.